ആദ്യം നമുക്ക് പോസ്റ്റ് ഓഫീസിന്റെ കിസാൻ വികാസ് പത്ര അല്ലെങ്കിൽ KVP ഒന്ന് നോക്കാം. 2026 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ KVPയുടെ പലിശ നിരക്ക് 7.5%. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നിക്ഷേപം കൃത്യമായ ഒരു കാലാവധി കൊണ്ട് ഇരട്ടിയാകും എന്നതാണ്. നിലവിലെ 7.5% പലിശ നിരക്ക് പ്രകാരം നിങ്ങൾ നിക്ഷേപിക്കുന്ന 1 ലക്ഷം രൂപ 115 മാസങ്ങൾ കൊണ്ട്, അതായത് 9 വർഷവും 7 മാസവും കൊണ്ട് കൃത്യം 2 ലക്ഷം രൂപയായിട്ട് മാറുകയാണ്. KVPയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് സുരക്ഷിതത്വമാണ്. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ ഗ്യാരണ്ടി ഈ KVPയുടെ പിന്നിലുണ്ട്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുടെ എല്ലാം ആകർഷണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു സുരക്ഷിതത്വമാണ്. 2 നിക്ഷേപ പരിധിയാണ്. 1000 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാൻ കഴിയും. പരമാവധി എത്ര വരെ ആകും എന്നുള്ള കാര്യത്തിന് പരിധിയൊന്നുമില്ല. ഇതിന് 30 മാസത്തെ, അതായത് 2.5 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അതിനുശേഷം പണം പിൻവലിക്കാം. പക്ഷേ കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചാൽ നിങ്ങളുടെ പലിശയിൽ കുറവുണ്ടാകാൻ ഇടയുണ്ട്. അടുത്തത് സോവറിൻ ഗോൾഡ് ബോണ്ടുകളാണ്. സ്വർണം വാങ്ങി ലോക്കറിൽ വെക്കുന്ന റിസ്ക് ഇല്ലാതെ ഡിജിറ്റലായി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാനുള്ള വഴി. ഇത് 2 രീതിയിലാണ് നമുക്ക് ലാഭം ലഭിക്കുന്നത്. നിക്ഷേപിച്ച തുകയ്ക്ക് പ്രതിവർഷം 2.5% പലിശ ലഭിക്കും. ഇത് 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ബോണ്ട് കാലാവധി തീരുമ്പോൾ അന്നത്തെ വിപണിയിലെ സ്വർണ്ണവില എത്രയാണോ ആ തുക നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ 2026 പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. സർക്കാർ പുതിയ ബോണ്ടുകൾ നേരിട്ട് പുറത്തിറക്കുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് SGB വാങ്ങണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി മാത്രമേ സാധിക്കൂ. NSE, BSE തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. ഇനി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ നിയമങ്ങൾ SGB നിക്ഷേപകരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. SGBയിലെ നികുതി സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ SGB കാലാവധി വരെ കൈവശം വെച്ചാൽ ലാഭത്തിന് നികുതിയില്ലായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1 മുതൽ നിങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ബോണ്ട് വാങ്ങുന്നതെങ്കിൽ കാലാവധി തീരുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് 12.5% മൂലധന നേട്ട നികുതി നൽകേണ്ടി വരും. നിങ്ങൾ ആദ്യമേ തന്നെ സർക്കാരിൽ നിന്നും നേരിട്ട് വാങ്ങിയ ആളാണെങ്കിൽ മാത്രമേ ഇപ്പോഴും നികുതിക്കുള്ള ഇളവ് ലഭിക്കുകയുള്ളൂ. ഇനി KVP നികുതിയെ സംബന്ധിച്ചാണെങ്കിൽ KVPയിൽ നിന്നുള്ള പലിശയ്ക്ക് നികുതി ഇളവുകൾ ഇല്ല. നിങ്ങളുടെ ആദായ നികുതി സ്ലാബ് അനുസരിച്ച് പലിശയ്ക്ക് നിങ്ങൾ നികുതി നൽകേണ്ടി വരും. ഇതിന് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് ലഭിക്കുകയില്ല. ഇന്ന് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 2035 എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. KVPയിൽ 9 വർഷവും 7 മാസവും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും 2 ലക്ഷം രൂപ ലഭിക്കും. SGBയിൽ നിക്ഷേപിക്കുമ്പോൾ സ്വർണ്ണവില പ്രതിവർഷം ശരാശരി 8 മുതൽ 10% വരെ വളരുകയാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം ഏകദേശം 1.8 മുതൽ 2.2 ലക്ഷം രൂപ വരെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ വർഷം തോറും ലഭിക്കുന്ന 2.5% പലിശ വേറെയും ലഭിക്കും. പക്ഷേ ഓർക്കുക, സ്വർണ്ണവില കുറഞ്ഞാൽ ഈ ലാഭത്തിലും കുറവുണ്ടാകാം. അപ്പോൾ 2026 ഏറ്റവും മികച്ചത് ഏതാണ്? നിങ്ങളൊരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ, നിങ്ങളുടെ പണം കൃത്യസമയത്ത് ഇരട്ടിയായി കിട്ടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ KVP തന്നെയാണ് നിങ്ങൾക്ക് മികച്ചത്. നിങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണ്ണവില കൂടുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ പലിശയും സ്വർണ്ണവിലയിലെ വർധനവും ഒരുപോലെ ആസ്വദിക്കാൻ SGB തന്നെ തിരഞ്ഞെടുക്കാം. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 12.5% നികുതി കൂടി കണക്കിലെടുത്തേ നിങ്ങൾ കണക്കുകൂട്ടലുകൾ നടത്താവും. നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം ഇതാണ്: നിങ്ങളുടെ 1 ലക്ഷം രൂപ ഒരിടത്ത് മാത്രം നിക്ഷേപിക്കാതെ 50,000 രൂപ KVPയിലും 50,000 രൂപ SGBയിലും നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗം. കൂടാതെ കേരള ട്രഷറി നിക്ഷേപങ്ങളും ഇപ്പോൾ 7.5% വരെ പലിശ നൽകുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ചോ പരിശോധിച്ചോ നോക്കാവുന്നതാണ്.